ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇതൊരുപാട് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഞാനൊരു ലോങ് വ്ളോഗ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഏട്ടന് വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചൊന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ പോകാമെന്ന്. അവിടെ പാറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെള്ളവും ചോറും പിന്നെ മറ്റേ അടുപ്പിൽ ചായക്കുള്ള കടിയും അതേപോലെ കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് 2 സ്റ്റൗകളുണ്ട്. പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിയും. പിന്നെ വീട്ടിലൊരുവിധം പണികളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്, ഒരു ഓട്ടോ പിടിച്ച്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അമ്മ തുടയ്ക്കാൻ വേണ്ടി തുടക്കോലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ പാറു. പിന്നെ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. അത് കഴിഞ്ഞ് പാറുവിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള വെള്ള തുണികളൊക്കെ എടുത്ത് ഒന്ന് മുറിച്ച് മടക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് മുറ്റത്തെ കൂടിയൊക്കെ നടന്ന് കൊലായിലൊക്കെ വന്നിരുന്ന് അങ്ങനെ കുറച്ച് നേരം സമയം പോയിട്ടോ. അപ്പോഴേക്കും മേമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മേമയൊക്കെ ആയിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും മോൻ ഉറങ്ങി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് സാരി ഒന്ന് കൊടുത്ത് നോക്കുന്നത് കുറേ ആയിട്ടോ വിചാരിക്കുന്നു. അമ്മ അന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് സാരിയൊക്കെ കൊടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് നോക്കിയിട്ടോ. അതിൻ്റെ ഒരു പിക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കൊതുകാന്നും പറഞ്ഞിട്ട് പാറു പുകയൊക്കെ ഇടുകയാണ്. അപ്പോഴേക്കും നല്ല ലോലിപോപ്പൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മേമയാണ് കേട്ടോ ഇറക്കി തന്നത്. അപ്പോഴേക്കും വീട്ടിൽ അത്യാവശ്യം മഴയൊക്കെ പെയ്തു തുടങ്ങി. പിന്നെ തുണി ആറിടാൻ വേണ്ടി 2 സൈഡിലും പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയിട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. ഞങ്ങളിത് രാവിലെ തന്നെ എണീച്ചു. മോൻ എണീച്ചിട്ടില്ല, ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ എണീക്കുമ്പോഴേക്കും ഏട്ടൻ്റെ ജോലിക്ക് പോകും. പിന്നെ ഞങ്ങൾ 2 പേരുമാണ് കേട്ടോ. വൈകിയാണ് ഞങ്ങൾ എണീക്കുക. തലേ ദിവസം ഞാനിത് മോൻ്റെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ അതേപോലെ തന്നെ കിടക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അമ്മേനെ കൂട്ടാൻ പോകാൻ. ഇന്ന് അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ വന്നാൽ 2 ദിവസത്തേക്ക് ഉണ്ടാവും. എന്നാലും അമ്മേനെ പോയി കൂട്ടിക്കൊണ്ടുവരണം. അപ്പം ഞാനൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോയിട്ടോ. ഞാൻ അമ്മേനെ കൂട്ടാൻ പോകുന്ന ദിവസമാണ് അന്ന് കോഴിക്കോട് ഒരു തീപിടുത്തുണ്ടായിരുന്നില്ലേ, അത് അന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് അവിടുന്ന് നേരെ കോഴിക്കോട് സ്റ്റാൻഡിൽ വന്നു. അവിടുന്ന് ചായയൊക്കെ വാങ്ങിക്കൊടുത്തു അമ്മയ്ക്ക്. അത് കഴിഞ്ഞത് ഞങ്ങൾ നേരെ അവിടുന്ന് ബസ് കയറി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടി ചായ കുടിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് പാലൊക്കെ കാച്ചി വെച്ചു കേട്ടോ. അന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അന്നാണ് ശരിക്കും ഇവിടെ മഴയൊക്കെ ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് നല്ല ചായയും കപ്പപ്പുഴുക്കും മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയായിരുന്നു അന്നത്തെ സ്പെഷ്യല്. ഇന്നിപ്പോൾ അനിയത്തി വരുന്നുണ്ട് കേട്ടോ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് അവർക്കൊന്ന് പിരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി കേട്ടോ. ഞാനൊരു ചായയും അവളൊരു ഷാർജയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കഴിക്കാൻ ഞങ്ങളൊരു കട്ട്ലേറ്റും ബർഗറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പം അമ്മ ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മന്തീൻ്റെ റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അമ്മേനെ ഞാൻ തിരിച്ച് കോഴിക്കോട് കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. പിന്നെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 1-2 ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവ്യേൻ്റെ ഒരു ബോഡി ലോഷനും അതേപോലെ തന്നെ പോൺസിൻ്റെ ഒരു ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.